വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതൽ 12 വരെ അധ്യായങ്ങളിലുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രചിക്കപ്പെട്ടത് എന്നാണെന്നാണ് അനുമാനിക്കുന്നത്. ഉത്തരം AD 95 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എവിടെ വെച്ച് രചിക്കപ്പെട്ടു? എഫേസോസിൽ വെച്ച്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്ന 2 പേരുകൾ എന്ത്? 1 വിശ്വാസത്തിൻ്റെ സുവിശേഷം, 2 ജീവൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷ രചനയിൽ സ്വാധീനിച്ചിട്ടുള്ള ചിന്താഗതികൾ എന്തെല്ലാം? ഉത്തരം യോഹന്നാൻ്റെ തന്നെ ക്രിസ്ത്യാനുഭവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് ഏതൊക്കെ? അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. ഇതുവരെ പറഞ്ഞത് ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇവയടുത്ത വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1. ആദിയിലുണ്ടായിരുന്ന എന്താണ്? ഉത്തരം വചനം. വചനം ആരായിരുന്നു? വചനം ദൈവമായിരുന്നു. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആര് മുഖാന്തരമാണ്? ഉത്തരം വചനം മുഖാന്തരം. യോഹന്നാൻ 1 അധ്യായം 3 വാക്യം. എന്താണ് വചനത്തിലുണ്ടായിരുന്നത്? അത് ആരുടെ വെളിച്ചമായിരുന്നു? ജീവൻ, മനുഷ്യരുടെ വെളിച്ചം. ലോകത്തിലേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നത് എന്ത്? വചനം. എങ്ങനെയുള്ളവർക്കാണ് കർത്താവ് ദൈവമക്കളാകുവാനുള്ള കഴിവ് നൽകിയത്? കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും കർത്താവിനെ സ്വീകരിച്ചവർക്കും. വചനം നമ്മുടെ ഇടയിൽ വസിച്ചത് എങ്ങനെ? മാംസമായി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു എന്ന് സാക്ഷ്യം നൽകിയത് ആര്? യോഹന്നാൻ. യേശുക്രിസ്തു വഴി നൽകപ്പെട്ടത് എന്തെല്ലാം? കൃപയും സത്യവും. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് അയച്ചതാരെ? പുരോഹിതന്മാരെയും ലേവ്യരെയും. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാനെന്ന് പ്രവചിച്ച ദീർഘദർശി യെശയ്യാ ദീർഘദർശി. ജോർദാൻ്റെ അക്കരെയുള്ള സ്ഥലത്തിൻ്റെ പേരെന്ത്? ബെഥാനിയ. യോഹന്നാൻ 1 അധ്യായം 29 വാക്യം എന്ത്? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പരിശുദ്ധാത്മാവിന് സ്നാനം നൽകുന്ന യേശുവിനെ കണ്ട് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയതെങ്ങനെ? ദൈവപുത്രൻ. ശിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ്റെ പേരെന്ത്? അന്ത്രയോസ്. യോഹന്നാൻ്റെ വാക്കുകേട്ട് യേശുവിനെ അനുഗമിച്ച ശിഷ്യരിൽ ഒരുവൻ്റെ പേരെന്ത്? അന്ത്രയോസ്. കേപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം പാറ. ഫിലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ബെത്സയിദയിൽ നിന്നുള്ള. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണത്തിൻ്റെ പേരെന്ത്? ബെത്സയിദ. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് ചോദിച്ചതാര്? നഥാനിയേൽ. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് യേശു പറഞ്ഞതെന്ത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നഥാനിയേൽ യേശുവിനെപ്പറ്റി പറഞ്ഞ വാക്കുകൾ എന്ത്? അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണുമെന്ന് നഥാനിയേലിനോട് കർത്താവ് പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ്? ഉത്തരം സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും. 3-ാം ദിവസം വിവാഹ വിരുന്ന് നടന്ന സ്ഥലത്തിൻ്റെ പേരെന്ത്? ഗലീലയിലെ കാനായിൽ. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ആരോട് പറഞ്ഞു? യേശുവിൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. ഓരോ കൽഭരണിയിലും എത്ര അളവ് കൊള്ളുമായിരുന്നു? 2-3 അളവ് കൊള്ളുമായിരുന്നു. പുതിയ വീഞ്ഞ് എവിടെ നിന്ന് എന്ന് അറിയാമായിരുന്നത് ആര്? കലവറക്കാരന്. യേശുവിൻ്റെ ആദ്യ അത്ഭുതം എന്താണ് വെളിപ്പെടുത്തിയത്? യേശുവിൻ്റെ മഹത്വം. യേശു ജെറുസലേമിലേക്ക് പോയത് ഏത് ഉത്സവത്തിനാണ്? പെസഹ. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശുവും അമ്മയും സഹോദരന്മാരും എവിടേക്കാണ് പോയത്? കഫർനാമിലേക്ക്. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു പോയ സ്ഥലം ഏത്? ജെറുസലേം. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവടസ്ഥലമാക്കരുത് എന്ന് യേശു ആരോട് പറഞ്ഞു? ദേവാലയത്തിൽ പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു പറഞ്ഞത്.
നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. വചനഭാഗം ഏത്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. യേശു ഏത് ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന ഫരിസേയനായ യഹൂദ പ്രമാണിയുടെ പേരെന്ത്? നിക്കോദേമോസ്. നിക്കോദേമോസ് യേശുവിനെ കാണാൻ വന്നത് എപ്പോൾ? രാത്രിയിൽ. അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആരോട് പറഞ്ഞു? നിക്കോദേമോസ് യേശുവിനോട്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് എന്ത് കാണാൻ കഴിയില്ല എന്നാണ് യേശു പറയുന്നത്? ദൈവരാജ്യം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല. അധ്യായവും വാക്യവും ഏത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. എപ്രകാരം ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്നാണ് യേശു പറയുന്നത്? ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ. ആരാണ് സ്വർഗരാജ്യത്തിൽ കയറിയിട്ടുള്ളത്? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഉയർപ്പിക്കപ്പെടേണ്ടത്? തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുന്നതിന്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല എന്ന് പറയപ്പെടുന്ന ആരെപ്പറ്റി? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷിക്കപ്പെടുകയില്ല. എന്ത് പ്രവർത്തിക്കുന്നവനാണ് പ്രകാശത്തെ വെറുക്കുന്നത്? തിന്മ പ്രവർത്തിക്കുന്നവൻ. യേശു ശിഷ്യന്മാരോടൊപ്പം താമസിച്ച് സ്നാനം നൽകിയത് എവിടെ? യൂദയാദേശത്ത്. യോഹന്നാൻ സ്നാനം നൽകിയിരുന്ന സാലേമിനടുത്തുള്ള സ്ഥലം ഏത്? ഏനോൻ. യോഹന്നാന്റെ ശിഷ്യന്മാരും ആരും തമ്മിലാണ് തർക്കമുണ്ടായത്? ഒരു യഹൂദനും. യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ എന്തിനെപ്പറ്റിയാണ് തർക്കമുണ്ടായത്? ശുദ്ധീകരണത്തെപ്പറ്റി. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. ആരാണ് ഭൂമിയുടേത്? ഭൂമിയിൽ നിന്നുള്ളവർ. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ എന്തിനാണ് മുദ്ര വയ്ക്കുന്നത്? ദൈവം സത്യവാനാണ് എന്നതിന്. ദൈവം അയച്ചവൻ എന്തു സംസാരിക്കുന്നു? ദൈവത്തിൻ്റെ വാക്കുകൾ. ആരിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ലഭിക്കുന്നത്? പുത്രനിൽ. ആർക്കാണ് നിത്യജീവൻ ലഭിക്കുകയില്ല എന്ന് പറയുന്നത്? പുത്രനെ അനുസരിക്കാത്തവന്. 3-ാം അധ്യായം 36-ാം വാക്യം. പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ എന്തുണ്ടാകുമെന്നാണ് യേശു പറയുക? ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേലുണ്ട്. അധ്യായം 3-ലെ 1-ാമത്തെ തലക്കെട്ട്. യേശുവും നിക്കോദേമോസും.